ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ കാതേ കാന്താ ധനഗത ചിന്ത ബാദുലകിന്തവ നാസ്തി നിയന്ത കാതേ കാന്താ ധനഗത ചിന്ത ബാദുലകിന്തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതിരേകാ ഭവതി ഭവാർണവതരണേ നൗകാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കാതേ കാന്ത, നിൻ്റെ ഭാര്യ ആര്? കാന്ത എന്നാണ് ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. കാന്തം പോലെ വശീകരിക്കുന്നവളാണ്. കാന്തം സകല ഇരുമ്പിനെ വശീകരിക്കുന്ന പോലെ സകല വസ്തുക്കളെയും വശീകരിക്കുന്നവളാണ് കാന്ത. കമു കാന്തവും എന്നുള്ള ധാതുവിൽ നിന്നുണ്ടായ രൂപമാണ്. അപ്പോൾ എല്ലാത്തിനെയും വശീകരിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നവളാണ്. അങ്ങനെയുള്ള കാന്ത, ഈ കാന്ത ആരെ? അതുപോലെ തന്നെ ധനഗത ചിന്ത, ധനത്തെക്കുറിച്ചുള്ള ചിന്ത. നീ എപ്പോഴും വിചാരിക്കുന്ന പണമാണ്. പണം വേണം, പണം വേണം, എങ്ങനെ ഉണ്ടാക്കാം, അത് പണം നാളെ ഇത്രയും വേണമല്ലോ, അത് എന്ത് വഴി? അപ്പോൾ ആണ് ചിന്തിക്കുകയാണ്. അപ്പോൾ ആണ് വഴി തെറ്റുന്നത്. നേരെ പോയി അതൊന്നും കിട്ടില്ല, അപ്പോൾ കുറുക്ക് വഴി വേണം. അപ്പോൾ ധനത്തെക്കുറിച്ചുള്ള ചിന്ത, അതുപോലെ കാന്തയെക്കുറിച്ചുള്ള ചിന്ത, ഇതൊക്കെയാണ് അപകടങ്ങൾ വരുത്തിക്കരുന്നത്. വാതുല കിന്തവ നാസ്തി നിയന്ത, ഹേ മാതുല മൂഢ. മാതുല എന്നുള്ളതിന് മൂഢ എന്നർത്ഥമാണ്. ഹേ മൂഢ തവ നിയന്താക്കും നാസ്തി, നിന്നെ നിയന്ത്രിക്കുന്നവൻ, നേരായ വഴിക്ക് നയിക്കുന്നവനായിട്ട് ആരുമില്ലേ? കാന്തൻ നിന്നെ നേരായിട്ട് നയിക്കില്ല. കാരണം കാന്തയ്ക്ക് പണം വേണം, നീ പണത്തെ ആശിക്കുകയാണ്. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള ചിന്തയും കാന്തയെക്കുറിച്ചുള്ള ചിന്തയുമാണ് നിന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ഈ ചിന്തയിൽ നിന്ന് അകറ്റി നിന്നെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ നിന്നെ നിയന്ത്രിക്കുന്നതായിട്ട് ആരെങ്കിലും ഇല്ലേ? ആര്? അതാ ഹേ വാതുല, ഹേ മൂഢ തവ നിയന്താക്കും നാസ്തി, നിന്നെ നിയന്താവായിട്ട്, നിന്നെ നിയന്ത്രിക്കുന്നവനായിട്ട്, ഈ തെറ്റായ വഴിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് നേരായ വഴിയിലേക്ക് നയിക്കുന്നവനായിട്ട് ആരുമില്ലേ എന്ന് ചോദിക്കാം. നിന്നെ അതാരാ? വെളിയിൽ നിന്നും ആരും ഇതാവില്ല. അവനവൻ്റെ മനസ്സ് തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് ഹേ വാതുല തവ നിയന്താക്കും നാസ്തി, നിൻ്റെ നിയന്താവായിട്ടുള്ളതായ, നിന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി നിൻ്റെ ഉള്ളിലില്ലേ? ആ ബുദ്ധിയില്ലേ നിനക്ക് എന്നാണ്. ഇനി യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ആശിക്കത്തക്കതായിട്ട് ഒന്നേ ഉള്ളൂ. ഏതാണ്? ത്രിജഗതി സജ്ജന സംഗതി രേഖാ ഭവതി. ഈ ലോകത്തിൽ നമുക്ക് ആശിക്കത്തക്കതായിട്ട് ഒരൊറ്റ വസ്തു, അതാണ് സജ്ജന സംഗതി, സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്. ത്രിജഗതി, 3 ലോകത്തിലും സജ്ജന സംഗതി രേഖാ ഭവതി. സജ്ജന സംഗതി ഒന്ന് മാത്രമേ ഉള്ളൂ. എന്തിനെ? ഭവാർണവ തരണേ നൗക. സംസാരമാകുന്ന സാഗരത്തെ കടക്കുന്നതിനുള്ളതായ വള്ളം, നൗക എന്ന് വെച്ചാൽ വള്ളം, കപ്പൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. സമുദ്രം കിടക്കാണെങ്കിൽ കപ്പലാണല്ലോ വേണ്ടത്, ചെറുവള്ളം കൊണ്ട് കിടക്കാനാവില്ല. നൗക, കപ്പൽ. ഭവം വെച്ച സംസാരം, ജനനമരണ രൂപമായ സംസാരം. ആ സംസാരമാകുന്ന സാഗരം, സമുദ്രം. അർണവം വെച്ച സാഗരം, സമുദ്രം. അപ്പോൾ സംസാരമാകുന്ന സമുദ്രത്തെ കടക്കുന്നതിന് വള്ളമായിട്ട് ഒരൊറ്റ എണ്ണമേ ഉള്ളൂ. ഏതത്? സജ്ജന സംഗതി, സജ്ജന സമാഗമം, സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്. സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് മാത്രമാണ് ഈ 3 ലോകത്തിലും നമുക്ക് ആശിക്കത്തക്കതായിട്ടുള്ളത്.
അതാണ് നമ്മുടെ ജനനമരണ രൂപമായി സംസാര സാഗരത്തിൽ നിന്നും സമുദ്രത്തിൽ നിന്നും കരകയറ്റാൻ അതിൻ്റെ അക്കരെ എത്തിക്കുവാൻ കൽപ്പുള്ളതായ വള്ളം അതൊന്നു മാത്രമാണ് കപ്പൽ. അതുകൊണ്ട് സജ്ജന സംഗതിയാണ് നേടേണ്ടത്. അതുകൊണ്ട് ഈ തത്വം നിനക്ക് ബോധിപ്പിക്കാൻ നിനക്ക് വിവേകമുണ്ടാവണം. വിവേകമുണ്ടായാലേ നിന്നെ നിയന്ത്രിക്കുകയുള്ളൂ. അപ്പോൾ വിവേകബുദ്ധിയോടുകൂടി സ്വയം നിയന്ത്രിച്ച് ധനാഗമ ചിന്തയൊക്കെ വിട്ട് കാന്തയുടെ ഹാവഭാവാദികളിൽ കുടുങ്ങാതെ സജ്ജന സംഗതി നേടി ആ സജ്ജന സംഗതിയിൽ കൂടി ആ സംസാര സാഗരത്തിൻ്റെ മറുകരയിലെത്തി നീ സുഖിക്കണം. അതിന് ആദ്യം വേണ്ടത് മുൻപ് പറഞ്ഞ പോലെ ഗോവിന്ദഭജനം.